Hi students, our next portion is business process re-engineering. It's another technique of management for the growth of business. അപ്പം ബിസിനസ് പ്രോസസ് റീ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബിസിനസ് പ്രോസസ്സിൽ ഒരു കൊണ്ടുവരുന്ന ചില ചേഞ്ചസ് ആണ് ആ ഡിസൈനിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ബിസിനസ് പ്രോസസ് റീ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ബുക്കിലാണ്. റീ എൻജിനീയറിംഗ് ദ കോർപ്പറേഷൻ 1980s പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്. അതിൽ മിക്കായൽ ഹാമർ ആൻഡ് ജെയിംസ് ക്യാമ്പി ആണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് ഈ BPRനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ BPR എന്ന് പറയുന്നത് the fundamental rethinking and radical redesign of business process to achieve dramatic improvements in critical contemporary measure of performance such as cost, quality, service and speed. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തു പറയുക, ഇപ്പോൾ റോ മെറ്റീരിയൽസ് അക്യൂർ ചെയ്യുന്നത് മുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുക, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇന്നവേറ്റീവായിട്ടുള്ള റാഡിക്കൽ റീഡിസൈൻ, ഇന്നവേറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ചിലപ്പോൾ മെഷീൻസുകൾ കൊണ്ടുവരുന്നതാകാം. മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മെഷീൻസ് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടും, കോസ്റ്റ് കുറയും, പിന്നെ നല്ല ക്വാളിറ്റി കൂടും. അപ്പോൾ അങ്ങനെ ഇന്നവേറ്റീവായിട്ടുള്ള പ്രോസസ്സിൽ ഇന്നവേറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് റിസൾട്ടിൽ കൊണ്ടുവരിക, പെർഫോമൻസിൽ വളരെ വിസിബിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിൻ്റെ റിസൾട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫണ്ടമെൻ്റൽ റീതിങ്കിങ്. ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്രോസസ്സുകളിൽ ചേഞ്ച് കൊണ്ടുവരിക. ചേഞ്ച് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കണം അതിൻ്റെ റിസൾട്ട്, ഇതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രസൻറ്റ് സ്റ്റേജ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ളതിനെ കൺസിഡർ ചെയ്യുന്നില്ല. പുതിയ രീതിയിലുള്ള ഒരു ഇന്നവേറ്റീവായിട്ടുള്ള ഒരു വേ കൊണ്ടുവന്ന് ബേസിക് ബിസിനസ് പ്രോസസ്സിൽ അത് കൊണ്ടുവരിക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. റീഎൻജിനീയറിംഗ് ഫസ്റ്റ് ഡിറ്റർമൈൻസ് വാട്ട് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ഡു, ദെൻ ഹൗ ടു ഡു ഇറ്റ്. എന്താണ് അതിൻ്റെ ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ബേസിക് ബിസിനസ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫീച്ചർ. നെക്സ്റ്റ്, റാഡിക്കൽ റീഡിസൈൻ. റാഡിക്കൽ റീഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇന്നവേറ്റീവായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സിലും സ്ട്രക്ചറും എല്ലാം മാറ്റിക്കൊണ്ട് വളരെ ഇന്നവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിൽ ആ വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. അപ്പം ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ എംപ്ലോയീസ് ഷുഡ് മേക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ മോർ ഇന്നവേറ്റീവ്, ഫ്ലെക്സിബിൾ ആൻഡ് കസ്റ്റമർ സെൻറ്റേർഡ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഡ്രമാറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് ഓർഗനൈസേഷനിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, BPR അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, വളരെ സ്പീഡി ആൻഡ് സർപ്രൈസിങ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വിസിബിളാണ്, മാർജിനൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല. നമുക്ക് വളരെ വിസിബിളായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം പണ്ട് രീതിയിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഓരോ പ്രോസസ്സുകളിലും ചേഞ്ചസ് വരുത്തുന്നതോടുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദെൻ കീ ബിസിനസ് പ്രോസസ്സ്. ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ കീ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് അല്ലെങ്കിൽ പ്രോസസ്സുകളിലാണ്. അത് റോ മെറ്റീരിയൽസ് അക്യൂർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആകാം, ഡിസ്ട്രിബ്യൂഷൻ ആകാം, ആഫ്റ്റർ സെയിൽ സർവീസ് ആകാം. അതിലെല്ലാം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ ആണ് കീ ബിസിനസ് പ്രോസസ്സ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് പ്രോസസ് റീ എൻജിനീയറിംഗ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. BPR എന്തിനു വേണ്ടിയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ്, in order to improve the quality and reduce cost. ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കുക. ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബിസിനസ് പ്രോസസ്സിനെ റീഡിസൈൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ടു അപ്ലൈ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബിസിനസ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസിലും അതിൻ്റെ പ്രോസസ്സിലും ഒരു ഹോളിസ്റ്റിക്, ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് അപ്ലൈ ചെയ്യുക.
The next one, to flatten the organization and to encourage teamwork. ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി വൈഡ് ആക്കുകയും ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ടു ട്രെയിൻ ആൻഡ് ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സസ്. എംപ്ലോയീസിനെ കൂടുതൽ ട്രെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഇംപ്രൂവ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് IT-യുടെ യൂസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് BPR നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, ടു ഡെവലപ്പ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് വിത്ത് എ ക്ലിയർ വ്യൂ ഓൺ ദ ഗോൾസ് ടു ബി അച്ചീവ്ഡ്. മറ്റു കമ്പനീസിനേക്കാളും വ്യത്യസ്തമായ രീതിയിലൊരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ്, ടു എൻകറേജ് കോൺസ്റ്റൻറ്റ് ലേണിംഗ്. ഇപ്പോൾ എംപ്ലോയീസ് എപ്പോഴും എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയും ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് എൻകറേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് BPR. ഈ BPR പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ചില പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഓർഗനൈസ് ദ ന്യൂ ജോബ്സ് അറൗണ്ട് ഔട്ട്കം സോ ആസ് ടു ഇംപ്രൂവ് സ്പീഡ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്. ഈ പ്രോസസ്സുകൾ റീഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂ ജോബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക, കസ്റ്റമർ റെസ്പോൺസീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ ബേസ് ചെയ്തായിരിക്കണം ആ ഒരു ജോബ് ഓർഗനൈസ് ചെയ്യാൻ. Next one, to plan the work in such a way that it is closest to those who use the output of the process. That is, it must be result oriented ആയിട്ട് വേണം വർക്ക് പ്ലാൻ ചെയ്യാൻ. നെക്സ്റ്റ്, ടു മേക്ക് ദ പേഴ്സൺ കളക്ടിങ് ദ ഇൻഫർമേഷൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിങ് ഇറ്റ് സോ ആസ് ടു റെഡ്യൂസ് ദ എറേഴ്സ്. ദാറ്റ് ഈസ് എന്താണ് ഇത് ബിസിനസ് പ്രോസസ്സിങ്ങിന് പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അവരെ റെസ്പോൺസിബിൾ ആക്കണം. അതിൻ്റെ അകത്ത് മാക്സിമം എറേഴ്സ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും അതിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി റെസ്പോൺസിബിൾ. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കണം. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ ദ ഇൻഡിവിജ്വൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റെസ്പോൺസിവ്നെസ് ടു കസ്റ്റമേഴ്സ് ഓഫ് സെപ്പറേറ്റ് യൂണിറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പം ഓർഗനൈസേഷൻ്റെ ഡിഫറൻറ്റ് യൂണിറ്റ്സിൽ ഉള്ള കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ടു ലിങ്ക് ആൻഡ് കോർഡിനേറ്റ് പാരലൽ ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ കം ടുഗദർ ഡ്യൂറിങ് ദ പ്രോസസ്. ഇപ്പം ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അങ്ങനെ പാരലലായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് കണക്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ്, ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് തന്നെ പല ഇൻഫർമേഷനും അവൈലബിൾ ആവുകയും ഡിസിഷൻ മേക്കിംഗ് പോസിബിളും ആണ്. അപ്പം അങ്ങനെ തന്നെ ഡിസിഷൻസ് എടുത്തു പോവുക. ദെൻ, ടു കളക്ട് ആൻഡ് ക്യാപ്ചർ ഇൻഫർമേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ഓൺലി വൺസ് അറ്റ് ദി സോഴ്സ്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക. അല്ലാതെ എപ്പോഴും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആ സോഴ്സിൽ നിന്ന് തന്നെ ക്രെഡിബിളായിട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രിൻസിപ്പിൾസാണ് BPRനെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് ഫേസസ് ഓഫ് BPR. അപ്പോൾ ഇത് ഉടനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഓർഗനൈസേഷനിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ BPR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫേസസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഫോർ ചേഞ്ച്. അപ്പം പെട്ടെന്ന് ഓർഗനൈസേഷനിൽ ഓൾറെഡി ഫോളോ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആ വർക്കുകളിലെല്ലാം ചേഞ്ചസ് കൊണ്ടുവരുവാണ്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ ഒന്ന് പ്രിപ്പയർ ആക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ റോൾ എന്താണ് ഇതിൽ എന്നുള്ളത് പിന്നെ അതിൻ്റെ ഒരു ക്ലാസ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു കൾച്ചറൽ ഷിഫ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് അവരെ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ് ഫോർ ചേഞ്ചസ്. അപ്പം പിന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റിൽ നമുക്കറിയാം ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം മാനേജ്മെൻറ്റ് ഈ ചേഞ്ചസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയും ഫ്യൂച്ചറിൽ അതിൻ്റെ റിസൾട്ട് അച്ചീവ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് ഈ ചേഞ്ചസ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അതിൻ്റെ ബേസിലാണ് നമ്മൾ BPR ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസൈനിങ് ദ ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസ് ഇങ്ങനെയൊക്കെ വരാം, ഇന്ന ചേഞ്ചസാണ്. ഇപ്പം ആളുകളുടെ ഡിമാൻഡ് കൂടാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ച നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന ഒരു ചേഞ്ച് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ പ്രോസസ്സുകളിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് ഡിസൈൻ ചെയ്യുക. ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് കറൻറ്റ് ബിസിനസ് creating the ideal process, testing the new process and implementing it. അപ്പം ഏറ്റവും പലത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. ദെൻ ഇവാലുവേറ്റിംഗ് ചേഞ്ചസ്.
അത് പാസ്റ്റ് ആക്ടിവിറ്റീസും ആയിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഡെവലപ്പിംഗ് പിന്നെ ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പാസ്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത് കുറച്ചും കൂടി നല്ലതാണോ എന്നുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. ഒരു പീരിയോഡിക്കൽ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ റീ എഞ്ചിനീയർ പ്രോസസ്സ് നമ്മൾ തുടരണമോ എന്നുള്ളത് അതിൻ്റെ ബേസിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 4 ഫേസുകളിലൂടെയാണ് BPR ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിക്വയർമെൻറ്റ്സ് ഫോർ സക്സസ് ഇൻ BPR ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സക്സസ്ഫുൾ ആകണമെന്നില്ല. ചില പിന്നെ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാരിറ്റി ഓഫ് പർപ്പസ്. എന്തിനു വേണ്ടിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിൽ എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. പർപ്പസ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദ റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഈസ് വെരി എസെൻഷ്യൽ. ദെൻ ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു ടീം തയ്യാറാക്കുകയും അപ്പം അവരാണിത് എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വളരെ എസെൻഷ്യലാണ്. ദെൻ ചോയ്സ് ഓഫ് റൈറ്റ് പ്രോസസ്സ്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സിലാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, അത് ഏതൊക്കെ പ്രോസസ്സാണ് എന്നുള്ളത് ഇവർ ടീമായിട്ടിരുന്ന് ഡിസൈഡ് ചെയ്യണം. സൂയിറ്റബിൾ ബിസിനസ് പ്രോസസ് ഷുഡ് ബി ചൂസൺ ഫോർ റീ എഞ്ചിനീയറിംഗ്. അപ്പം അത് സാധാരണ നമ്മൾ 3 ക്രൈറ്റീരിയ ബേസിലാണ് ഈ പ്രോസസ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. മോസ്റ്റ് ട്രബിൾസം പ്രോസസ്സ്, ഏറ്റവും കൂടുതൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സസ് ആണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുത്തുക. ദെൻ പ്രോസസ് ഹാവിങ് മാക്സിമം ഇമ്പാക്റ്റ് ഓൺ കസ്റ്റമേഴ്സിൽ മാക്സിമം ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോസസ്സുകൾ. ആൻഡ് പ്രോസസ് മോസ്റ്റ് റിസപ്റ്റീവ് ടു സക്സസ്ഫുൾ റീഡിസൈൻ. അതായത് നമുക്ക് ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ വളരെയധികം അതിന് യോജ്യമായ രീതിയിൽ, അതായത് ചേഞ്ചിന് യോജിക്കുന്ന രീതിയിൽ പിന്നെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രോസസ്സുകളാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ റൈറ്റ് പ്രോസസ്സുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ആംഗിൾ. കസ്റ്റമേഴ്സിൻ്റെ ആംഗിളിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നും കൂടി എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. Staff can be convinced of the need for re-engineering by explaining the impact on customer satisfaction. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ സ്റ്റാഫിനെയും അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുക. കസ്റ്റമറിൻ്റെ ആംഗിളിൽ നിന്നും കൂടി ചിന്തിക്കുക. നെക്സ്റ്റ്, സെൻസ് ഓഫ് ഏർജൻസി. അതായത് ഇത് ഈ BPR ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്ര ടൈമിനുള്ളിൽ ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഈ ടൈം ഫ്രെയിം ഷുഡ് ബി ഡെവലപ്ഡ് ഫോർ അച്ചീവിങ് റിസൾട്ട്സ് ത്രൂ റീ-എഞ്ചിനീയറിംഗ്. ദെൻ പ്രോപ്പർ ക്ലൈമറ്റ്. ഓർഗനൈസേഷനകത്ത് ഇതിന് യോജിച്ച ഒരു ക്ലൈമറ്റ് ഉണ്ടായിരിക്കുക. ചേഞ്ചാണ്, അപ്പോൾ ആ ചേഞ്ച് എപ്പോഴും ആ പഴയ സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വരും. അപ്പോൾ എൻവയോൺമെൻറ്റ് സൂട്ടബിൾ ഫോർ ചേഞ്ച് മസ്റ്റ് ബി ക്രിയേറ്റഡ്. ഇൻവോൾവ്മെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ആർ ഹെൽപ്ഫുൾ ഇൻ ഓവർകമ്മിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൽ ചേഞ്ചസ് വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്.